ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അലനല്ലൂർ വരെ ഒന്ന് പോവാണ്. 2:30 ടൈമിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് സച്ചുവിനി ഫാദിനി സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വേണം കേട്ടോ പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ല. ഇത് രണ്ടാക്കും ഒരു സർപ്രൈസും കൂടിയാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ നേരെ ഫാദിക്കുട്ടിൻ്റെ സ്കൂളിലെത്തി. അവന് ഭയങ്കര കളിയിലാണ് കേട്ടോ. അവർക്ക് PT ആണ്. PT ഉള്ള ദിവസം ആ ഒരു ടൈമിൽ ചെല്ലരുതെന്ന് രണ്ടുപേരും പറയാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിതിപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവനെ കൂട്ടി വരുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി വീട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്. നമ്മളതിൻ്റെ ടൈല് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ സച്ചുവിൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തു, രണ്ടാമത് ചെയ്തു, മൂന്നാമത് ചെയ്തിട്ടും ആള് വന്നില്ല. പിന്നെ ഓഫീസിൽ നിന്ന് ആള് പോയിട്ടാണ് മൂപ്പര് കിട്ടിയത്. അവനെന്തോ കോച്ചിങ്ങോ ക്ലാസ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അവിടെ പോയതുകൊണ്ടാണ് അനൗൺസ് കേൾക്കാതിരുന്നത്. അതുകൊണ്ടാണ് എന്നെ കിട്ടാതിരുന്നത് എന്ന് പറഞ്ഞിട്ടോ. അവർക്ക് ഡാല ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പള്ളിയിൽ പോയി വന്നപ്പോൾ ചോറ് കഴിക്കാൻ നേരം വൈകി. അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. സച്ചു എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് എണ്ണക്കടി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അതൊക്കെ കഴിച്ചിട്ടും ഇവരുടെ വിശപ്പിനൊരു തീരുമാനമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആദ്യം നവാബി കയറാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സേറാ ബേക്സിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അലനല്ലൂരാണ് കേട്ടോ സംഭവം. അങ്ങനെ 4 പ്ലേറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷവർമ വേണ്ടാന്നുള്ളത് കേട്ടോ. പക്ഷെ എന്ത് പറഞ്ഞാലും കുഞ്ഞാക്ക സമ്മതിക്കൂല. എനിക്ക് തണുത്ത ഐറ്റംസ് എന്തെങ്കിലും ജ്യൂസോ ഫലൂദേ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും പറ്റൂല, ഇതന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഷവർമ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് പിന്നെ ഞാൻ ഒരു 3 ആക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ കുറേ പറഞ്ഞപ്പോൾ ഒരു ഫലൂദ ഓർഡർ ചെയ്തു. കാരണം എല്ലാ ബേക്കറിയിലൊന്നും നമ്മൾ ഓർഡർ ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിട്ടുള്ള ഫലൂദ കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ ചെറിയൊരു മടി കാണിച്ചത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഇതാണ് എന്നൊക്കെ കുഞ്ഞാക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറേ പറഞ്ഞപ്പോൾ ഇത് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ 4 ആളും കൂടെ അത് കഴിച്ചു കേട്ടോ. പിന്നെ 1-2 ഐസ്ക്രീമും കൂടെ വാങ്ങി. എന്താണെന്നറിയില്ല, ഫലൂദ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമി, ഒരു തണുപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കുഞ്ഞാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അതായത് രതീഷിൻ്റെയും ഗീതുവിൻ്റെയും വീട്ടിലോട്ടാണ്. പോകുമ്പോൾ ബേക്കറി വാങ്ങാൻ കയറിയപ്പോൾ ഒരു സിഗരറ്റ് മിഠായി ഫാദിക്കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അത് വണ്ടിയിലിരുന്നിട്ട് കഴിച്ചു കേട്ടോ. ഞാനൊരു പൊട്ട് ചോദിച്ചപ്പോൾ ഉണ്ടോ തരും. നമ്മൾ എന്തിനാ പോകുന്നത് വെച്ചാൽ ഇതാ ഈ ഒരു സുന്ദരിക്കുട്ടിനെ കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഇതിനെങ്ങനെ കാണാഞ്ഞിട്ട് ഭയങ്കര പൊറുതിയായിട്ട്. ഇതിനെ കണ്ടുവന്നു കഴിഞ്ഞാലോ സച്ചു ഫാദിക്കുട്ടി അപ്പം പറയട്ടോ കുട്ടിനെ കാണാൻ പോവുക, കുട്ടിനെ കാണാൻ പോവുക, എനിക്ക് കാണാൻ പുതിയതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് പെൺകുട്ടികളില്ലല്ലോ. അപ്പോൾ എവിടെ പെൺകുട്ടികളെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറേ നേരം ഞാനെടുത്ത് കളിപ്പിച്ചു, കുഞ്ഞാകടുത്ത് കളിപ്പിച്ചു. ഫാദിക്കുട്ടിക്ക് എടുക്കണം എന്നുണ്ട്, പക്ഷേ ഭയങ്കര മടി കേട്ടോ. ഊതിണ്ടായിട്ടൊന്നുമല്ല, നേരം വൈകുന്നു വിചാരിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് വീടും കാര്യങ്ങളൊക്കെ നനക്കാൻ. അപ്പോൾ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാളെ വീട്ടിലേക്കാണ് പോയത്. മൂപ്പരെ നമ്മൾ പോയപ്പോൾ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കടയിലായിരുന്നു, ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഇതാ ഈ ഒരു BMW M3E30 ഈ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ ഫാദിക്കുട്ടിക്ക് വണ്ടി ഇങ്ങോട്ട് തന്നെ തിരിക്കുന്നു പറഞ്ഞിട്ട് ബലമായി വണ്ടി ഇങ്ങോട്ട് തന്നെ തിരിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി തിരിച്ചു പോന്നു. എന്തിന്? വണ്ടി കാണാൻ. 3 ആളും വണ്ടി പ്രാന്തന്മാരാണ് കേട്ടോ. പിന്നെ എന്താ ചെയ്യുക?